വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞു തന്നെ നമുക്ക് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടാണ്. കൊളീജിയം സിസ്റ്റം എന്താണെന്നും അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് കൊളീജിയം സിസ്റ്റം നന്നായിട്ട് പഠിക്കും. അത് ഫയൽസിലൂടെ മാത്രമാണെന്നുള്ളത്. ഫയൽസിലൂടെ എന്ന് പറയുമ്പോൾ IBയുടെ റിപ്പോർട്ട്, അതുപോലെ തന്നെ CM ചീഫ് മിനിസ്റ്റർ, ആ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററിനോട് ഒപ്പീനിയൻ ചോദിക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, ഇവരുടെ ഒക്കെ ഒപ്പീനിയൻസ് അറിഞ്ഞിട്ടാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ നമുക്കറിയാം, റീസെന്റ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഒക്കെ ആ ഒരു സാഹചര്യത്തിലാണ് കൊളീജിയം സിസ്റ്റം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കൊളീജിയം സിസ്റ്റം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഓരോ കാൻഡിഡേറ്റിനെയും, അതായത് അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാൻഡിഡേറ്റിനെയും പേഴ്സണലി കണ്ടിട്ട് സംസാരിച്ചതിന് ശേഷം, ഇന്ററാക്ഷൻ നടത്തിയതിനു ശേഷം, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റ് നടത്തി അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുകയും അവരെ അടുത്ത പോസ്റ്റിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കി അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെ റെക്കമെൻഡ് ചെയ്യുമെന്നാണ് കൊളീജിയം സിസ്റ്റം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത് പുതിയൊരു കാര്യമല്ല. ഇത് 2018 ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഫെയിൽ ആയിട്ടാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഉള്ളത് ഈ ഒരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.